അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നീളത്തിലുള്ള പൊട്ടാറ്റോ തിരഞ്ഞെടുക്കുക, എങ്കിലേ അത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല കനം കുറഞ്ഞു പോവരുത്. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു വിരൽ നീളത്തിലൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ ഒരളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1-2 വട്ടം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴുകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം സ്റ്റാച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോയിട്ടില്ലെങ്കിൽ ഇത് നമ്മൾക്ക് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടത്തില്ല. അപ്പോൾ അത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇത് തെളിഞ്ഞ് അതിലെ വെള്ളം ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നല്ലോണം തണുത്ത വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുക. അത് മുങ്ങുന്ന അത്രയും വെള്ളം വേണം കേട്ടോ. അതൊരു 30 മിനിറ്റ് അങ്ങനെ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ചുരുങ്ങിയത് ഒരു 20 മിനിറ്റേലും ഇടണം. എത്ര ടൈം വേണമെങ്കിലും കൂടാം, പക്ഷേ 20 മിനിറ്റിൽ കുറയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു 1-2 മിനിറ്റ് വെയിലത്ത് ഒന്ന് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ വെയിലത്ത് നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പരമാവധി ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂണ് കോൺഫ്ലവർ പൗഡറും അതുപോലെ 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എണ്ണ നല്ലോണം തിളച്ച ശേഷം അതിലോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിളച്ച ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ചൂടായിട്ടില്ലെങ്കിൽ ഇതിൽ കുറേ നേരം അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നല്ല തിളച്ച ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു മുങ്ങുന്ന വിധത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഉപ്പ് വെള്ളം ഇവിടെ കലക്കി വെച്ചിട്ടിട്ട് അന്ന് 2 സ്പൂണ് ഉപ്പ് വെള്ളം നമുക്ക് എണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ തിരിച്ചും മറിച്ചൊക്കെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊരു 4 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് സാധാ ഒരു പേപ്പറിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടില്ല, ഒരു ഹാഫ് ഫ്രൈ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് കോരിയെടുക്കുക. ഒരു 4 മിനിറ്റിന് ശേഷം ഇത് കോരിയെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. കുഴഞ്ഞ രൂപത്തിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം ഇങ്ങനെ വെക്കുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ വറുത്തെടുത്ത എണ്ണയിലോട്ട് വീണ്ടും അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുമ്പോഴേക്കും നമുക്കിതിനെ കോരിയെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഇത് നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതൊരു കളറും ഷേപ്പൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ എങ്കിലും ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ്. നല്ല ഗുണമേന്മ ഉള്ളത് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ എന്നും ഉണ്ടാക്കുന്ന എണ്ണയിലൊക്കെ ആവും നമുക്ക് ഉണ്ടാക്കിത്തരാം. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ഓളെന്ന് കൊടുക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും അസ്സലാമു അലൈക്കും.